ഓതി വെച്ച ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ആ ഓതി നിർത്തിയ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സയ്യിദ് അവറുകൾക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. മരിക്കുന്ന കാലത്തോളം ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനും അവസാനം അല്ലാഹുവേ പടച്ചവനെ ആഖിബത്ത് നന്നായി പടച്ചവനെ സ്വർഗം കണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹു അവരെയൊക്കെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അവരൊക്കെ നടന്നു പോകുന്ന വഴികളിലൂടെ അല്ലാഹുവേ നടന്ന് നാളെ നിന്റെ സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട്. സംഘാടകർ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എങ്കിലും അവർ പറഞ്ഞു ഉസ്താദ് വലിയ പിരിവൊന്നുമില്ല. സാധാരണ പിരിവിന്റെ കാര്യം ആദ്യം പറയാറുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, SKSF-ന്റെ ചുണക്കുട്ടികൾ ഇവർ പറഞ്ഞു വളരെ അൽഹംദുലില്ലാഹ് വാലി പരിപാടിയുടെ ചിലവ് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ബാലൻസ് വന്നാൽ അത് നല്ല കാര്യത്തിൽ അതും നല്ല കാര്യത്തിൽ സഹചാരി അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ഒരു പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുന്ന രീതിയിലേക്ക് സഹചാരി വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളുടെ പരിസര പ്രദേശമായ ഒരു സ്ഥലത്ത് വഅദിന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തഖ്വയിൽ അനിശ്ചിതമായ ഒരു വല്ലാത്ത ഒരു വൃക്ഷമെന്ന് ഞാൻ പറയാനുള്ള കാരണം. വല്ലാത്തൊരു അത്ഭുതം തോന്നി. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാഅ കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടു 6.5 മണിക്കൂർ യാത്ര ചെയ്തു വന്നു. വഅദ് കേൾക്കാം, വഅദ് പറയുന്നതിന് വേണ്ടി വന്നു. വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ വന്നത് തൃപ്പനിച്ചി ഉസ്താദിന്റെ മഖാമിലായിരുന്നു. വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം ഒരൊറ്റ ഫ്ലെക്സ് പോലും, സാധാരണ ഒരു ചെറിയ പരിപാടി നടത്തുമ്പോൾ ഒരു ഫ്ലെക്സ് വെക്കാറുണ്ട്, ഒരു പ്രചരണം നടത്താറുണ്ട്. പക്ഷെ അവിടെ വന്നപ്പോൾ വരുന്ന വഴിയിലെങ്ങും ഒന്നും കണ്ടില്ല. എനിക്ക് ഓർമ്മ വരും, എനിക്ക് തോന്നുന്നു ഇത്രയും ആള് കൂടിയ ഒരു സദസ്സ്. വല്ലാത്തൊരു അത്ഭുതം തോന്നി. വഅദിന്റെ സദസ്സിലേക്ക് കയറി വന്നു. പടച്ചവനെ, ഞാനിങ്ങനെ കയറി വന്നപ്പോൾ എല്ലാ ഉസ്താദന്മാര് എന്റെ മുന്നിലും പുറകിലും എല്ലാ ഉസ്താദന്മാരാ. 10,000-ഓളം വരുന്ന ആൾക്കാരിങ്ങനെ മുന്നിലിരിക്കുക, തറയിലിരിക്കുക. അതാ സങ്കടം. ഞാൻ എന്നെ വിളിച്ച ഉസ്താദിനോട് ചോദിച്ചു, എന്നെ എന്തിനാ ഈ പരിപാടിക്ക് വിളിച്ചതെന്ന്. കാരണം അത്രയ്ക്കും പേടി തോന്നുന്ന രീതി. 10,000-ഓളം വരുന്ന ആൾക്കാർ തറയിലിരിക്കുക, അതോ പുറകിലിരിക്കുന്നതിനേക്കാളും ആലിമീങ്ങളാണ് മുന്നിലിരിക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന മക്കൾ എല്ലാ വർഷവും ഒരു സുവനീർ ഇറക്കുമായിരുന്നു. അൽഹംദുലില്ലാഹ് ഈ വർഷം അവരിറക്കിയ ഒരു സുവനീറിൽ സമസ്തയുടെ 10 പ്രസിഡന്റുമാരുടെ ഒരു ആത്മകഥയുണ്ടായിരുന്നു. മനസ്സിനെ വല്ലാതെ സ്വാധീനം. 12 പ്രസിഡന്റുമാർ. എന്റെ പ്രിയമുള്ളവർ, ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അവരെ നമ്മൾ അടുത്തറിയുമ്പോഴാണ് അവരുടെ മഹത്വവും പവിത്രതയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു അവരുടെയൊക്കെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വലിയ പരിപാടിയൊന്നുമല്ല, ചെറിയ പരിപാടിയാണ്. പക്ഷെ ഈ ചെറിയ പരിപാടിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ശരീരമൊക്കെ നല്ല നീര്. നാളെ രാവിലെ ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചിരിക്കുക. ഇന്നലെ മെരഞ്ഞാന്ന് കർണാടകയിലായിരുന്നു വാഴ. കർണാടകയിൽ നിന്ന് വാഴം കഴിഞ്ഞ് ഇന്നലെ രാത്രി 7 മണിയായപ്പോഴാണ് വീട്ടിലെത്തി. അപ്പൊ 7 മണിയായപ്പോ ഞാൻ വീട്ടിലെത്തി. ഇന്നലെ തന്നെ ഞാൻ ഈ സംഘാടകരെ വിളിച്ചിട്ട് എനിക്ക് പ്രയാസമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഈ കുട്ടികളുടെ വല്ലാത്തൊരു വിഷമം. പിന്നെയും മനസ്സിൽ ചിന്തിച്ചു, അല്ലാഹുവേ മജ്ലിസുൻ നൂറിന്റെ ഒരു സദസ്സാണല്ലോ. മജ്ലിസുൻ നൂർ വല്ലാതെ കേരളക്കരല്ല, ഇന്ന് കേരളത്തിന്റെ പുറത്തും മജ്ലിസുൻ നൂർ വല്ലാത്ത ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അൽഹംദുലില്ലാഹ് അപ്പൊ ആ മജ്ലിസിലെ ഒരു ദുആ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് കൂടുതൽ സമയം ചെലവാക്കാനില്ല. 9 മണി ഇൻഷാ അല്ലാഹ് 10:30 ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്തു പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ 9 മണിയായി. 1.5 മണിക്കൂർ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ കുറച്ചു നല്ല കാര്യം പറയാം, ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി